മേജർ രവി നുണ പറഞ്ഞത് പൃഥ്വിരാജിനെ വിഷമിപ്പിച്ചു. മോഹൻലാലിന് വേണ്ടി മേജർ രവി ചാടിക്കയറി ലൈവിൽ വന്നത് ആര് പറഞ്ഞിട്ടാണ്? മേജർ രവിയേക്കാൾ വലിയ പട്ടാളക്കാരെയൊക്കെ കണ്ടവരാണ് താനും കുടുംബവുമെന്ന് മല്ലിക സുകുമാരൻ. മമ്മൂട്ടി പിന്തുണ അറിയിച്ച് മെസ്സേജ് അയച്ചതിൽ നന്ദി അറിയിച്ച് മല്ലിക സുകുമാരൻ. എമ്പുരാൻ സിനിമാ വിവാദത്തിൽ പൃഥ്വിരാജിനെതിരെ RSS സംഘടിത നീക്കം നടത്തുമ്പോൾ അതിനെതിരെ ഒറ്റയാൾ പട്ടാളമായി പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരൻ നടത്തുന്ന അസാധാരണ നീക്കം ഏറെ ശ്രദ്ധ നേടുന്നു. പൃഥ്വിരാജിനെ തകർക്കാനുള്ള നീക്കം സിനിമാ ലോകത്ത് നടക്കുന്നുണ്ടെന്നും RSS ദേശീയ നേതൃത്വത്തിന് പൃഥ്വിരാജിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർ സിനിമാ മേഖലയിലും രാഷ്ട്രീയത്തിലും ഉള്ളവരാണെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി. മോഹൻലാലിനെ പൃഥ്വിരാജ് ചതിച്ചു എന്ന് മേജർ രവി പോസ്റ്റ് ഇട്ടതാണ് വിഷയത്തിൽ പ്രതികരിക്കാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് മല്ലിക സുകുമാരൻ പറഞ്ഞു. എമ്പുരാൻ ആദ്യ ദിവസം കണ്ടതിന് ശേഷം മേജർ രവി പറഞ്ഞത് ഇത് ചരിത്ര സിനിമയാണെന്നാണ്. വലിയ സ്നേഹപ്രകടനങ്ങൾ നടത്തി അഭിനന്ദിച്ച മേജർ രവി 2 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാം മാറ്റി പറഞ്ഞു. ശുദ്ധ നുണയാണ് അദ്ദേഹം പറഞ്ഞത്. മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും അറിയാത്ത ഒന്നും എമ്പുരാനിലില്ല. മോഹൻലാൽ കരഞ്ഞിരിക്കുന്നു, ഉടനെ മാപ്പു പറയും എന്നൊക്കെ മേജർ രവി വിളിച്ചു പറഞ്ഞത് എന്തിനാണ്? മോഹൻലാലിന്റെ വ്യക്തിത്വത്തെയാണ് മേജർ രവി ചെറുതാക്കി കളഞ്ഞതെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. റിലീസിന് മുൻപ് മോഹൻലാൽ ചിത്രം പൂർണ്ണമായി കണ്ടിരുന്നില്ലെന്നും ചിത്രത്തിലെ വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കാൻ നടൻ ആവശ്യപ്പെട്ടെന്നുമായിരുന്നു ഫേസ്ബുക്ക് ലൈവിൽ മേജർ രവി പറഞ്ഞത്. ഒരു തിരക്കഥ കേട്ട് കഴിഞ്ഞ് ഓക്കെ പറഞ്ഞാൽ പിന്നെ മോഹൻലാൽ സിനിമയിൽ ഇടപെടാറില്ല. സിനിമ റിലീസ് ആവുന്നതിന് മുൻപ് അദ്ദേഹം ഫുൾ സിനിമ കാണില്ല. കീർത്തിചക്ര പോലും അദ്ദേഹം കണ്ടിട്ടില്ല. റിലീസിന് മുൻപ് സിനിമ കാണുന്ന സ്വഭാവം ലാലിനില്ല. ഈ സിനിമയ്ക്കും അതുതന്നെയാണ് സംഭവിച്ചത്. ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഫസ്റ്റ് ഷോ കണ്ടത്. അതിൽ കണ്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം കട്ട് ചെയ്യാൻ നേരത്തെ തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇത് അദ്ദേഹം കണ്ടിട്ട് റിലീസ് ചെയ്ത സിനിമയല്ല എന്നും മേജർ രവി ലൈവിൽ പറഞ്ഞിരുന്നു. അധികം വൈകാതെ മോഹൻലാൽ എമ്പുരാൻ വിവാദത്തിൽ ഖേദപ്രകടനം നടത്തിയതോടെ മേജർ രവി ഉൾപ്പെടെയുള്ളവരാണ് എമ്പുരാൻ വിവാദത്തിന് പുതിയ മാനങ്ങൾ നൽകിയതെന്ന് മല്ലിക സുകുമാരൻ മനസ്സിലാക്കി. ഇതോടെ മേജർ രവിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് മല്ലിക അഴിച്ചുവിട്ടത്. ഇതിനേക്കാൾ വലിയ മേജർമാരെയൊക്കെ താനും കുടുംബവും കണ്ടിട്ടുണ്ട്. പട്ടാളത്തിൽ വലിയ പോസ്റ്റുകളിൽ ജോലി ചെയ്യുന്നവരുമായി വളരെ അടുത്ത ബന്ധം തനിക്കും കുടുംബത്തിനുമുണ്ട്. ആരോപണങ്ങളിൽ പൃഥ്വിരാജ് എന്തിനു മറുപടി പറയണം? ചതിച്ചിട്ടില്ലെന്ന് നിർമ്മാതാക്കൾക്കും കൂടെ നിന്നവർക്കും അറിയാം. പടം ഇറങ്ങാതിരിക്കാൻ വലിയ ശ്രമം നടന്നു. പൃഥ്വിരാജിനെ ഒതുക്കേണ്ടത് ചിലരുടെ ആവശ്യമാണ്. അതിനവർ അണിയറയിൽ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. ഒരു സംഘടനയുടെയും സംഘത്തിന്റെയും പേര് പറഞ്ഞ് ആരും പേടിപ്പിക്കാൻ നോക്കേണ്ടതില്ലെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഷെയർ ചെയ്യാനും പ്രമോട്ട് ചെയ്യാനും ഒക്കെയായി നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നവർ എമ്പുരാൻ വിവാദമുണ്ടായതിനു ശേഷം ഒരിക്കൽ പോലും വിളിച്ചില്ല. എന്നാൽ മമ്മൂട്ടി അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായി. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടുവെന്നും വിഷമിക്കേണ്ടെന്നും മെസ്സേജ് അയച്ചു. വിശ്രമവേളയിലും പിന്തുണ അറിയിച്ച് മമ്മൂട്ടി മെസ്സേജ് അയച്ചത് ജീവിതത്തിൽ മറക്കില്ല. പെരുന്നാളായിട്ട് മക്കളും കൊച്ചുമക്കളുമായി ഇരിക്കുന്നതിനിടയിലും മനുഷ്യത്വപരമായി ചിന്തിക്കാൻ ആ മനുഷ്യന് തോന്നിയെന്നും മല്ലിക സുകുമാരൻ പ്രതികരിച്ചു. RSS കേന്ദ്രങ്ങളിൽ നിന്നും BJP നേതാക്കളിൽ നിന്നും പൃഥ്വിരാജിനെയും കുടുംബാംഗങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ട് പ്രസ്താവനകൾ വന്നതും ചർച്ചയാവുകയാണ്. മല്ലിക സുകുമാരൻ RSSനെതിരെ സംസാരിക്കും മുമ്പ് വീട്ടിലുള്ള മരുമകൾ സുപ്രിയയെ നിലയ്ക്ക് നിർത്തുകയാണ് വേണ്ടതെന്ന് BJP നേതാവ് B ഗോപാലകൃഷ്ണൻ പൊതുവേദിയിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു. RSS മുഖപത്രം പൃഥ്വിരാജിന്റെ മുൻ സിനിമകളിലെ നിലപാടുകളും സൂക്ഷ്മമായി വിലയിരുത്തി വിമർശനം നടത്തുകയാണ്. രാജ്യദ്രോഹപരമായ കണ്ടന്റുകളാണ് പൃഥ്വിരാജിന്റെ സിനിമയിൽ കടന്നുവരുന്നതെന്ന നിരീക്ഷണം ഓർഗനൈസർ നടത്തിയത് ഗൗരവത്തോടെയാണ് രാഷ്ട്രീയ കേരളം കാണുന്നത്.